ശ്രീ റെജി ലൂക്കോസ്, നമ്മൾ ഈ ചർച്ചയിലേക്ക് മടങ്ങിപ്പോയാൽ ഞാൻ നേരത്തെ ചോദിച്ചത്, ഇപ്പോൾ മന്ത്രി ഒരു അന്വേഷണം നേരത്തെ ഇന്നലെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അതൊക്കെ മാറ്റി ഒരു ഉന്നതതല അന്വേഷണത്തിലേക്ക് മന്ത്രിക്ക് പോകേണ്ടി വന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ വാക്കിന് കൽപ്പിക്കുന്ന വില എന്താണ്? അല്ല, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരിക്കലും മന്ത്രിയുടെ വാക്കുകൾ ലംഘിക്കത്തില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലത്തെ ചില ധിക്കാരികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വകുപ്പ് മന്ത്രിയുടെ പോലും ഒരു ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഇത്തരം പ്രവൃത്തി ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഈ സർവീസിനകത്ത് കൊണ്ടിരിക്കാൻ യോഗ്യരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം ഒരു ജനകീയ സർക്കാരിന് എത്രയോ നല്ല രീതിയിൽ പ്രവർത്തിച്ച സർക്കാരിനെ അപമാനിക്കാനായിട്ട് ഇവരുടെ കുത്തകപ്പാട്ടം പോലെ അവരിലെ ഫോറസ്റ്റിനെ കൈവശം വെച്ചുകൊണ്ട് അവിടെ ആർക്കും പ്രവേശനമില്ല, നോക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ പന്നിക്ക് പരിക്കേറ്റതിൽ പോലും സംശയം തോന്നുന്നുണ്ട്. അതും അന്വേഷിക്കണം. ഈ കാട്ടുപന്നിക്ക് പരിക്കേറ്റത് ഒരു പത്രപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ? അതെന്തൊരു നിയമവ്യവസ്ഥയാണ്? അതെന്തൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ഒരു മാധ്യമ പ്രവർത്തനോട് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഈ പന്നിക്ക് പരിക്കേറ്റതിനകത്ത് പോലും നിങ്ങൾ ദീപക് ധർമ്മടം രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് ആ ദീപക് റിപ്പോർട്ട് ചെയ്തനുസരിച്ചാണെങ്കിൽ ഭയാനകരമായ രീതിയിൽ നമുക്കത് കാണാൻ പറ്റത്തില്ല. കാരണം കാട്ടുപന്നികൾ അല്ലെങ്കിൽ കാട്ടുപോത്തൊക്കെ മരിക്കുമ്പോൾ മറ്റാരെ അറിയിക്കാതെ ഇവരുടെ ഭാഗത്ത് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥര് ഈ റൂബിൻലാൽ എന്ന് പറയുന്ന യുവ മാധ്യമ പ്രവർത്തകനെ ഭീഷണിപ്പെടുത്തുകയും ചിത്രം എടുക്കാൻ പാടില്ല എന്ന് പറയുകയും നിന്നെ കണ്ടോണം എന്നൊക്കെ പറയുകയും ചെയ്തത്. തന്നെയല്ലേ ആതിരപ്പള്ളി അല്ല, ഭാഗത്ത് ജനങ്ങൾ ഇത്തരത്തിലേക്കൊക്കെയുള്ള ഉദ്യോഗസ്ഥർ, താങ്കൾ പറയുന്ന പോലെ ഷെയ്ഡി ആയിട്ടുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ എല്ലാ വകുപ്പിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ വനംവകുപ്പിലുള്ള ഇത്തരം ഉദ്യോഗസ്ഥർ, പോലീസ് വകുപ്പിലുള്ള ഇത്തരം ഉദ്യോഗസ്ഥർ, ഇവർ തമ്മിലും ഒരു നെക്സസ് ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം കള്ള പരാതി കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, പിന്നീട് മണിക്കൂറുകളോളം നീണ്ട അതിക്രൂരമായ പീഡനത്തിന് വിധേയനാക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചു വാങ്ങി നശിപ്പിച്ചു എന്ന് അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് നമ്മൾ അല്പസമയം മുൻപ് കേൾപ്പിച്ചല്ലോ. ആ ഫോണിൽ ഒട്ടേറെ തെളിവുകൾ ഉണ്ടായിരുന്നു വനംവകുപ്പിനെതിരെ എന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ പല റിപ്പോർട്ടുകൾ 24 കണ്ടിട്ടുള്ള. കാരണം വെച്ചാൽ ഈ ആതിരപ്പള്ളി മേഖലയിലെ ജനങ്ങൾ ഭയന്നാ ജീവിക്കുന്നത്. അവിടെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പ്രാധാന്യം നോക്കുകയാണ്. അവിടെ മൃഗങ്ങൾക്ക് മാത്രം പ്രാധാന്യമുള്ളൂ, മനുഷ്യർക്ക് യാതൊരു പ്രാധാന്യമില്ല. ഈ വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നടപടികൾ കൊണ്ട് സംഭവിക്കുന്നു. ഇപ്പൊ ജനങ്ങൾ പ്രതികരിക്കുന്ന കണ്ടില്ലേ? പലപ്പോഴും സർക്കാർ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് താക്കീത് കൊടുക്കുകയും അതുപോലെ തന്നെ ഇവർ ഈ 1972 വനം നിയമം വെച്ചോണ്ടാണ് ഈ ജനങ്ങളെ ദ്രോഹിക്കുന്നത്. പ്രത്യേകിച്ച് ആതിരപ്പള്ളി, വയനാട് പോലുള്ള സ്ഥലങ്ങളിലെ ജനങ്ങള് ഭീതിയോടെ ജീവിക്കുന്നത്. അപ്പോഴാണ് ഒരു മാധ്യമപ്രവർത്തകൻ തന്റെ ജോലി, ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി തന്റെ ജോലി നിർവഹിച്ച് ഇത് ഔദ്യോഗികമായിട്ട് തന്നെ സർക്കാരിലേക്ക് മറ്റു മേഖലകളിലേക്ക് അറിയിക്കാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ ആ മനുഷ്യനെ ഈ രീതിയിൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ ഉത്തരവിനെ ധിക്കരിച്ച ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരും വിളിച്ചു പറയാതെ തന്നെ 24 ഈ റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതിന്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ശക്തമായ നടപടി തന്നെ അതിനുവേണ്ടി സ്വീകരിക്കുന്നു. രാത്രിയിൽ ഒരു വീട്ടിൽ ചെന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് സുപ്രീം കോടതി ചില മാനദണ്ഡങ്ങൾ 4-5 തവണ വിധിച്ചിട്ടുണ്ട്. ആ സുപ്രീം കോടതിയുടെ വിധിയെ പോലും ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ മാധ്യമപ്രവർത്തകൻ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ വിളയാടാൻ സമ്മതിക്കത്തില്ല. അപൂർവം ചില ഉദ്യോഗസ്ഥന്മാര് ഈ രീതിയിൽ ജനവിരുദ്ധമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇപ്പോൾ ഈ തുടർച്ചയായി തന്നെ പോലീസ് സേനയിലെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ. അപ്പോൾ ഒക്കെ നമ്മളത് എല്ലാം ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞ് നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയുകയുമില്ല. ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.